LDFിന്റെ നേതൃത്വത്തിൽ പീരുമേട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതി സ്വജനപക്ഷപാതമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDF പീരുമേട് മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Welcome to St. Anthony's College, Peruvandanam, where education meets excellence and dreams take shape. പഞ്ചായത്തിൽ താൽക്കാലിക ദിവസവേതന കരാർ ജീവനക്കാരെ നിലവിൽ അവർ ചെയ്തു വന്നിരുന്ന ജോലികളിൽ നിന്നും നീക്കം ചെയ്യാൻ പലർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കാലത്ത് നിയമിച്ചവരെയാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ തുടങ്ങുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFിന്റെ നേതൃത്വത്തിൽ പീരുമേട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് LDF മണ്ഡലം കൺവീനർ ജോസ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 99, നിങ്ങൾക്കുണ്ടായിരുന്ന 41. ഈ പ്രാവശ്യം നിങ്ങൾക്ക് 102 MLA-മാരുടെ പിന്തുണയുണ്ട്. നിങ്ങളുടെ സഹായത്താൽ 3 BJP-കാരും കേരളത്തിൽ ജയിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് 35 MLA-മാരുണ്ട്. എന്ന് വെച്ചാൽ 2 3 നിങ്ങൾക്കുണ്ടായിരുന്നതിനേക്കാൾ 3 4 MLA-മാരുടെ വ്യത്യാസം. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തകർന്നു പോയി എന്ന നിങ്ങളുടെ പ്രചരണം തെറ്റാണ് എന്ന് ഈ കണക്കുകൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ഒലിച്ചു പോയിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കാണും. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ കാണും. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നിലേക്ക് വരും. യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് വിധിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്, എങ്ങനെയാണ് ഡീല്, ഏത് ഡീലായിരുന്നു എന്നൊക്കെ ഇപ്പം കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വരും ദിവസങ്ങൾ വെളിയിലേക്ക് വരും. 6 മാസത്തെ കാലം ഞങ്ങൾ ഈ ഭരണത്തെ വിലയിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഭരണത്തിന്റെ തെറ്റുകളുണ്ടെങ്കിൽ ന്യൂനതകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാശേഷി മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി, ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി, ജനദ്രോഹ നടപടികൾക്കെതിരായി ഞങ്ങൾ രംഗത്ത് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF പീരുമേട് പഞ്ചായത്ത് കൺവീനർ MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CR സോമൻ, R ദിനേശൻ, KB സിജിമോൻ, PA ജേക്കബ്, VS പ്രസന്നൻ, TK മോഹനൻ, V ഷൈജൻ, VK ബാബുക്കുട്ടി, സോബിൻ സോമൻ, TJ ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Welcome to St. Anthony's College, Peruvandanam, where education meets excellence and dreams take shape. Established in 2013, AICTE approved, NAC accredited, UGC 2F recognized, the college is committed to quality education and career success. BCA, MCA, Cyber Forensic, Hotel Management with foreign internships, Fashion Designing, Psychology, BBA with Aviation, BCom with specializations in CMA and ACCA, MSW and BSW. With modern infrastructure, vibrant campus life and holistic development, we don't just offer degrees, we build futures. Admissions are now open. St. Anthony's College, Peruvandanam, your journey to success begins here.